നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ റൂബൻ അമോറിമിൻ്റെ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം റൂബൻ അമോറിമിൻ്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ റൂബൻ അമോറിമിൻ്റെ ടാക്ടിക്സ്, റൂബൻ അമോറിമിൻ്റെ സിസ്റ്റം ഫോർമേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം മാച്ചസ് തോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൂബൻ അമോറിമിൻ്റെ ടാക്ടിക്സിലും ഫോർമേഷൻസിലും ഒക്കെ ഒരു പുനർവിഞ്ചിതനം എന്താ പറയുന്നത്, റീതിങ്ക് ചെയ്യാൻ പുള്ളി ആഗ്രഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് നടത്താൻ പുള്ളി ആഗ്രഹിക്കുന്നുണ്ടോ, ഈ രീതിയിൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അപ്പം റൂബൻ അമോറിമിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫുട്ബോൾ, ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ പുള്ളി വിശ്വസിക്കുന്ന ഒരു ഫുട്ബോളുണ്ട്. പുള്ളി വിശ്വസിക്കുന്ന ഫുട്ബോളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറാൻ റൂബൻ അമോറിം തയ്യാറല്ല. അപ്പോൾ അതിലെനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പുള്ളിയുടെ കാഴ്ചപ്പാട്, പുള്ളി അത് പിച്ചിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. എനിക്കതിനകത്തൊരു പ്രശ്നമില്ല. കൂടുതൽ ആൾക്കാരുടെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പുള്ളിയുടെ ഫോർമേഷനാണ്. ഈ ഒരു 3-4-2-1 എന്ന് പറയുന്ന ഫോർമേഷൻ മാറ്റിയിട്ട് ബാക്ക് 4 വരിക, 4-2-3-1 ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും മെച്ചം വരും എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഫോർമേഷനിൽ ആണ് പുള്ളിയുടെ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഫുട്ബോൾ നമുക്ക് പുള്ളിക്ക് പിച്ചിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഫോർമേഷനിലൊന്നും വലിയ ഒരു റോളുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ എന്താണേലും നമ്മൾ റൂബൻ അമോറിമിനെ എന്തൊക്കെ പറഞ്ഞ് റൂബൻ അമോറിമിനെ മാക്സിമം ബാക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും റൂബൻ അമോറിമിൻ്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, പുള്ളിക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇവിടെ കളിച്ച് ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കൊണ്ട് യുണൈറ്റഡിനെ ജയിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്തം കൊണ്ട്, അപ്പോൾ മാച്ചസ് തോക്കുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രഷർ എന്തുകൊണ്ടും മാനേജറിൻ്റെ മേളിലാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മാച്ച് തോൽക്കുന്നതിനനുസരിച്ച് ആരാധകർ റൂബൻ അമോറിമിനെതിരെ തിരിയും, മാനേജ്മെൻറ്റ് തിരിയും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഒടുവിൽ പുള്ളി ബലിയാടായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാച്ചസ് എങ്ങനെയും പെട്ടെന്ന് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഈ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി വിശ്വസിക്കുന്ന ഫുട്ബോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കട്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പുള്ളി ഇപ്പം ടെൻഹാഗ് ഇതിന് മുന്നേ വന്നപ്പം ടെൻഹാഗിനെ ഞാനൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ടെൻഹാഗിനെ കൊണ്ടുവന്നത് നമ്മൾ ആ ഒരു അയാക്സിൽ പുള്ളി കാണിച്ചു തന്ന ആ ഒരു ഫുട്ബോൾ കാണാൻ വേണ്ടിയാണ്, യുണൈറ്റഡിൽ കാണാൻ വേണ്ടിയാണ് പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പുള്ളി എന്നിട്ട് ഈ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ എന്തുകൊണ്ട് കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അമോറിമിൻ്റെ രീതിയിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ, ഈ സംസാരിക്കുന്ന നമ്മൾ ഫാൻസ് തന്നെ പുള്ളിയെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയാവുന്ന ഫുട്ബോൾ എന്താണോ പുള്ളി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോട്ടെ. പ്ലസ് ആ ഒരു ജയിക്കുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതില്ലാതെ മാനേജറിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ 31 മത്സരമാണ് റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ കളിച്ചത്, അതിൽ 8 എണ്ണം മാത്രമാണ് ജയിച്ചത്. നമ്മളിപ്പോൾ ഒരു റെലിഗേഷൻ കണ്ടൻറ്റേഴ്സായിട്ട് ഇപ്പം റൂബൻ അമോറിമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം ആ ഒരു 13, 14, അപ്പോൾ അങ്ങനത്തെ സ്ഥാനത്ത് 15, ഇപ്പോൾ ഇന്നിപ്പോൾ 14ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ റെലിഗേഷൻ കണ്ടൻറ്റേഴ്സായി മാറുക എന്ന് പറയുന്നത് മാനേജറിനെ സംബന്ധിച്ച് മാനേജറിൻ്റെ ജോലി ഏത് സമയവും തെറിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും മിനിമം ഈ ഒരു സീസൺ എങ്കിലും റൂബൻ അമോറിമിന് കിട്ടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ആ സമയം വരെ സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടും ഉണ്ട്. അപ്പോൾ റൂബൻ അമോറിമിൻ്റെ കാര്യത്തിൽ എനിക്കുള്ള മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്രൂണോ ഫെർണാണ്ടസിനെ നിർബന്ധിപ്പിച്ച്, പുള്ളിയുടെ ആ ഒരു നിർബന്ധ ബുദ്ധി കാരണം പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു നമ്പർ 6 അല്ലെങ്കിൽ നമ്പർ 8 റോളിൽ പരീക്ഷിക്കുന്ന ആ ഒരു പരീക്ഷണം അത് വിജയം അല്ലാതായി മാറുന്നുണ്ട്. ഇപ്പം ഇന്നും പ്രസ് കോൺഫറൻസിൽ ഇതിനെക്കുറിച്ച് പുള്ളിയോട് സംസാരിക്കുന്നുണ്ട്. ബ്രൂണോ എന്തുകൊണ്ടായാലും നമ്പർ 6 അല്ലെങ്കിൽ നമ്പർ 8 റോളിൽ കളിപ്പിക്കുന്നത്, പുള്ളിയെ ഇന്നിപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ മാച്ചിൽ മത്തേസ് കുണിയയും മൗണ്ടും ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡഡ് ഇൻറ്റീരിയറായിട്ട് പുള്ളിയെ കളിപ്പിക്കാമായിരുന്നല്ലോ, ആ ഒരു നമ്പർ 10 ആയിട്ട് കളിപ്പിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പുള്ളിയെ വീണ്ടും ഇങ്ങനെ നമ്പർ 6 അല്ലെങ്കിൽ നമ്പർ 8 കളിപ്പിച്ച് ഫ്ലോപ്പ് ആക്കുന്നു, പുള്ളിക്ക് പറ്റാത്ത പൊസിഷനിൽ എന്തുകൊണ്ട് കളിപ്പിക്കുന്നു എന്ന് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അമോറിം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആർസണലിൻ്റെ മാച്ച് കണ്ടായിരുന്നു, ആർസണലിൻ്റെ മാച്ചിൽ എങ്ങനെയാണ് കളിച്ചത് പുള്ളി. അപ്പോൾ ആർസണലിൻ്റെ മാച്ചിൽ പുള്ളി കളിച്ചെങ്കിൽ ബാക്കിയുള്ള മാച്ചസിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇന്നത്തെ മാച്ചിൽ പുള്ളി നമ്പർ 6 ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം വരുത്താനായിട്ട് പെട്ടെന്ന് ശ്രമിക്കണം. നമ്മളെപ്പോഴാണ് മാറ്റം വരുത്തി ഒത്തിരി, ഇപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മാറിയത്. വീണ്ടും ഗോളുകൾ സെക്കൻഡ് ഹാഫിൽ പിന്നെ വന്നു കഴിഞ്ഞാണ് ആ ഒരു മാറ്റമൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പം
ഈ രീതിയിലുള്ള നിർബന്ധ ബുദ്ധി റൂബൻ അമോറിം ഒഴിവാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ മിഡ്ഫീൽഡ് ആയാലും അറ്റാക്ക് ആയാലും ഡിഫൻസ് ആയാലും ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് പ്ലെയേഴ്സ്, ഏറ്റവും നന്നായിട്ട് ഫിറ്റാകുന്ന പ്ലെയേഴ്സ് ഏതാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ റൂബൻ അമോറിം എത്രയും പെട്ടെന്ന് എത്തണം. ഇപ്പം നമ്മുടെ ഇന്നത്തെ മിഡ്ഫീൽഡ് നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്തത് ബ്രൂണോ ഉഗാർത്തേക്കാണ്. പക്ഷേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ നടത്തി കോബി മെനു, കസമീറോ ആ ഒരു മിഡ്ഫീൽഡ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് മിഡ്ഫീൽഡായിട്ട് എനിക്ക് തോന്നി. ഗെയിം കുറേ കൂടെ, പ്രത്യേകിച്ച് കോബി മെനു വന്നപ്പം കുറച്ചുകൂടെ കൺട്രോൾ, ആ ഒരു മിഡ്ഫീൽഡിൽ കുറച്ച് കൺട്രോൾ കൊണ്ടുവരാനും ബോൾ വിൻ ചെയ്യാനും പ്രത്യേകിച്ച് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൊരു ടെംപ്റ്റേഷനൊക്കെ കണ്ടു. അത് സക്സസ്ഫുള്ളി കോബി മെനു, കസമീറോ മിഡ്ഫീൽഡിൽ നടത്തുന്നത് കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ കോബി മെനുവിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ കസമീറോ പോണക്കത്തെ ഒരു മിഡ്ഫീൽഡർ ഉണ്ടെങ്കിൽ കസമീറോയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസമീറോയെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെറ്റ് പീസസ്, ക്രോസസ് ഒക്കെ വരികയാണെങ്കിൽ കസമീറോ അതിനെ അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ മിടുക്കനാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ആ ഒരു ബോൾ വിന്നിങ്ങിൻ്റെ എബിലിറ്റി, അത് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻസ്, ഈ റൺസിനെയൊക്കെ ഫൈൻഡ് ചെയ്യാൻ എംബ്യൂമോടെയും സെസ്കോടെയൊക്കെ റൺസിനെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റിലും സെൻറ്ററിലും ഒക്കെ ഉള്ള ആ ഒരു അറ്റാക്കേഴ്സിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ കഴിവുള്ള പ്ലെയറാണ് കസമീറോ. അപ്പോൾ കസമീറോയുടെ ഇങ്ങനത്തെ ആട്രിബ്യൂട്ട്സ്, കോബി മെനുയുടെ ക്യാരിയിങ്, ആ ഒരു ബോൾ വിന്നിങ്, കൺട്രോൾ കൊണ്ടുവരാനുള്ള ആ പുള്ളിയുടെ ആ ഒരു കഴിവ്, ഇതിനെയൊക്കെ നമ്മളെ മിഡ്ഫീൽഡ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിലൊക്കെ ആ ഒരു മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കോംപ്രമൈസ് അമോറിം വരും മത്സരങ്ങളിൽ നടത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ പ്രസ് കോൺഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അമോറിം മാറുന്ന ഒരു ലക്ഷണമൊന്നുമില്ല. അപ്പോൾ അമോറിം ഇങ്ങനെ ഈ ഒരു പ്ലെയേഴ്സിനെയൊക്കെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് അമാദിനെയൊക്കെ പിടിച്ച് ആ ഒരു ലെഫ്റ്റ് ഇൻറ്റീരിയറായിട്ട് ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ട് കൂടുതലും റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ആ ഒരു അമാദിനെ പിടിച്ചിന്ന് ആ ഒരു ലെഫ്റ്റ് ഇൻറ്റീരിയർ ആ ഒരു നമ്പർ 10 ആയിട്ടൊക്കെ കളിപ്പിച്ചതിനെയൊക്കെ ചോദ്യം ചെയ്യണം. കാരണം അമാദ് അവിടെ ഒട്ടും എഫക്റ്റീവ് അല്ലായിരുന്നു. അമാദിൻ്റെ പൊസിഷൻ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് മാറ്റിയപ്പം കുറച്ചുകൂടെ അമാദ് അറ്റാക്കിലൊക്കെ കുറേ കൂടെ ഇൻവോൾവ് ആകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ വേണ്ടാത്ത വയ്യാവേലികൾ എടുത്ത് തലയിൽ വെക്കുന്നത് അമോറിം ഒഴിവാക്കണം. പിന്നെ നമ്മൾ മാച്ച് നോക്കിയാൽ അമോറിമിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, പ്ലെയേഴ്സ് ഈക്വലി, പ്ലെയേഴ്സ് ആണെങ്കിലും അവർ കളിയിൽ കൊടുക്കേണ്ട ആ ഒരു ഇൻറ്റൻസിറ്റി അവർ കൊടുക്കുന്നില്ല. ഞാൻ പ്രിവ്യൂവിലൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ ഒരു അഗ്രസീവ് ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ നമ്മൾ കളിച്ചേ പറ്റത്തുള്ളൂ. അത് ആ ഒരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ കണ്ടു. 10-15 മിനിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ആ ഒരു ഡയറക്ട്നെസ് ഗെയിമിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുന്നത്, മസ്രാവി, അതുപോലെ തന്നെ നമ്മുടെ എംബ്യൂമോ, ഇവരൊക്കെ അപ് ടോപ്പ് സിറ്റിയുടെ ആ ഒരു ബിൽഡപ്പ് ഫേസിൽ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സീക്വൻസ് കണ്ടത് ബൈന്ദർ ഡിലിറ്റ്, ബ്രൂണോയുടെ നേരെ സ്വിച്ച്, എംബ്യൂമോടെ റണ്ണിനെ ഫൈൻഡ് ചെയ്തുകൊണ്ട് സ്വിച്ച്. അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് ആ ഒരു ഡയറക്ട്നെസ് കാണിച്ചുകൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ദ പിച്ച് ഇഷ്ടംപോലെ സ്പേസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സിറ്റി ഇഷ്ടംപോലെ സ്പേസസ് പിച്ചിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ സെൻട്രലി പ്രോഗ്രസ് ചെയ്യാനും നമുക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാനും ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം സിറ്റി സെൻട്രലി ബ്ലോക്ക് ചെയ്ത് നിർത്താറുണ്ട്. പക്ഷേ ആ ഒരു ആദ്യത്തെ 10-15 മിനിറ്റിൽ ഇഷ്ടംപോലെ സ്പേസസ് എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു. യുണൈറ്റഡ് കുറച്ചുകൂടി ഡയറക്ട്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ കറക്റ്റ് 15 മിനിറ്റിനുള്ളിൽ ആ ഒരു ഗോൾ വീണ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യുണൈറ്റഡിൽ സാധാരണ സംഭവിക്കുന്ന ആ ഒരു പ്രതിഭാസം, ഷോൾഡേഴ്സ് ഡ്രോപ്പ്, ആ ഒരു സംഭവം നടക്കുന്നു. പിന്നെ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നു, നമ്മുടെ അറ്റാക്കേഴ്സൊക്കെ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ക്ലോസ് കോമ്പിനേഷൻസിനും കാര്യങ്ങളും ശ്രമിക്കുന്നു. ടിക്കി ടാക്ക ഫുട്ബോൾ ഇവന്മാരെ വെച്ചോണ്ട്. അപ്പം ആ ഒരു സാധനം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നമ്മൾ ഇവരുടെ ഡിഫൻസിനെ മാക്സിമം പിൻ ഡൗൺ ചെയ്ത് ഇവരുടെ ഡിഫൻസിനെ അങ്ങോട്ട് തള്ളി പുഷ് ചെയ്ത് അങ്ങനെ നിർത്തണം. എപ്പോഴും ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു സിറ്റിയുടെ ഡിഫൻസിനെ മാക്സിമം പുഷ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ റണ്ണേഴ്സ് മാക്സിമം ഇവരുടെ ഡിഫൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്ത ഇൻ ബിഹൈൻഡ് റൺസിന് തയ്യാറായി എപ്പോഴും നിൽക്കണം. അപ്പം അങ്ങനെ പിൻ ചെയ്ത് സെസ്കോയോ എംബ്യൂമോ ഒന്നും നിൽക്കാതെ ഇവരൊക്കെ ഡ്രോപ്പ് ചെയ്യുകയാണ് ആ ഒരു ക്ലോസ് കോമ്പിനേഷൻസിന്. എന്നിട്ട് പോയിട്ട് വെറുതെ ചീപ്പറായിട്ട് ബോള് പൊസിഷൻ ലൂസ് ചെയ്യുന്നു. അവർ ട്രാൻസിഷനിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് ആയപ്പം കുറച്ച് ഇൻറ്റൻസിറ്റി ഒക്കെ കാണിച്ച് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഗോളും വീഴുന്നത്.
അപ്പം നമ്മൾ കൺസീഡ് ചെയ്യുന്ന ഗോളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺസീഡ് ചെയ്യുന്ന ഓരോ പാറ്റേൺസ് ഉണ്ട്. നമ്മൾ കൂടുതലും ക്രോസസ് അല്ലെങ്കിൽ സെറ്റ് പീസ് വഴി നമ്മൾ ഗോൾ, നമ്മുടെ വീക്ക്നെസ് അതാണ്. ഒന്ന് സെറ്റ് പീസ് വഴി നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യും. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആ ഒരു ആദ്യത്തെ ഗോൾ പോലെ തന്നെ ഡോർഗു പോയിട്ട് ആ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നുണ്ട്. കട്ട് ബാക്ക് സോൺ 14 കട്ട് ബാക്ക് നേരെ ആ ഒരു ഗോളിന് നേരെ, ഗോൾ പോസ്റ്റിന് നേരെ മുന്നിൽ ആ ഒരു സോൺ 14 ഭാഗത്തോട്ട് കട്ട് ബാക്ക് കൊടുക്കും. അവിടെ ഓപ്പോസിഷൻ്റെ ആരെയും ആ ഒരു തേർഡ് മാൻ റൺസ് നടത്തും. അത് ഫിൽ ഫോർഡൻ ആയിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ബോൾ വാച്ചിങ്. ഞാൻ കഴിഞ്ഞ മാച്ചിൻ്റെ സമയത്തും പറഞ്ഞു, ഈ ബോളിൻ്റെ പുറകെയാണ്. ബാക്കി ചുറ്റിനും എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ഇതുമില്ല. കാരണം ബ്രൂണോ മാർക്ക് ചെയ്യേണ്ട ബ്രൂണോയുടെ പ്ലെയറാണ് ഈ ഒരു ഫിൽ ഫോർഡൻ. ബ്രൂണോ മാർക്ക് ചെയ്യേണ്ട പ്ലെയറാണ്. ബ്രൂണോയുടെ ലൂക്ക് ഷോയുടെ മുന്നിക്കൂടാണ് അവൻ പോയിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ്, ആ ഒരു ഡിഫെൻസീവിലുള്ള ആ ഒരു അവയർനെസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബ്രൂണോയൊക്കെയാണ് പിടിച്ച് നമ്പർ 8 നമ്പർ 6 ഒക്കെ കളിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അമോറിം ഇതിൽ നിന്നൊക്കെ കുറച്ചൊരു പാഠം ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ പ്ലെയേഴ്സ് മോശമാണ്, അവരവരുടെ റോൾസിൽ അവർ മോശമാണെങ്കിൽ അവരെ എടുത്ത് മാറ്റണം. അത് എന്നാ പറയുന്നത്, മാച്ചിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെ അവരുടെ പെർഫോമൻസ് മോശമാണ്, ഇന്നത്തെ മാച്ചിൽ മോശമാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയിട്ട് അടുത്ത പ്ലെയറിനെ കൊണ്ടുവരാനുള്ള ആ ഒരു ചങ്കൂറ്റം അമോറിം കാണിക്കണം. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഡിഫെൻസീവ് ഹൈലൈനൊക്കെ കളിച്ച സമയത്ത് വെറുതെ മിസ്പാസുകൾ, ഡിലിറ്റ് ആയാലും മഗ്വയർ ആയാലും ഉഗാർത്തെ ആയാലും ലൂക്ക് ഷോ ആയാലും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വിത്തൗട്ട് പ്രഷർ, വലിയ പ്രഷർ ഇല്ലാതെ തന്നെ ബോൾ ലൂസ് ചെയ്യുക, പൊസഷൻ ലൂസ് ചെയ്യുക, എന്നിട്ട് കൗണ്ടറിൽ ഗോൾ കൺസീഡ് ചെയ്യുക. ഇപ്പം നമ്മൾ മിസ് ചെയ്ത ചാൻസ് അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടറിൻ്റെ കാര്യം നോക്കിയാൽ 1-2 ഗോൾ എക്സ്ട്രാ, ഇപ്പോൾ ഹാലൻഡ് ആയാലും തിജാനി റെയിൻഡേഴ്സ് ഒക്കെ ആണെങ്കിലും അടിക്കേണ്ടതായിരുന്നു. 2 ഗോൾ 5 ഗോളെങ്കിലും മിനിമം ഇന്ന് കയറേണ്ടതാണ്. അപ്പം അമോറിമിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ഈക്വലി പ്ലെയേഴ്സിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേ മാച്ച് തോറും ഏറ്റവും കൂടുതൽ പ്രഷറിലാകാൻ പോകുന്നത്, നമ്മളെന്ത് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പ്രഷറിലാകാൻ പോകുന്നത് റൂബൻ അമോറിമാണ്. റൂബൻ അമോറിമിനെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്കറിയാം സിറ്റി ഫാൻസിൽ പലരും ആ ഒരു പ്രിവ്യൂ, ഈ മാച്ചിന് മുന്നത്തെ പ്രിവ്യൂവിൻ്റെ കാര്യത്തിൽ അത്ര ഹാപ്പിയല്ല. കാരണം ഞാൻ സിറ്റിയുടെ ഈ ഒരു ടീം സിറ്റിയുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ടീമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ റീസെൻ്റായിട്ട് നേരിട്ട സിറ്റി ടീമുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സിറ്റി ടീം തന്നെയാണ്. നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്, നിങ്ങൾ ആ ഒരു ബിൽഡപ്പ് ഫേസിലാണ്. നിങ്ങളുടെ ഇതിന് മുന്നത്തെ ടീമിനെ ഇതേമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ടീം ബെറ്ററാണ്. ഇത് മുന്നോട്ട് ഭാവിയിൽ ചെന്ന് ബെറ്റർ ആകത്തില്ല എന്നല്ല പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് എന്താണെങ്കിലും പഴയ സിറ്റി ടീമുകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റി ടീം വീക്കറാണ്. ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് അഗ്രസീവായിട്ട് ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഓൺ ദ പിച്ച് നമ്മുടെ യുണൈറ്റഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് ഇംപ്ലിമെൻ്റ് ആയ പല സമയങ്ങളുണ്ട്. ഇപ്പം സെസ്കോയുടെ റൺസ് ആയാലും എംബിമോയുടെ റൺസ് ആയാലും, അപ്പോൾ അങ്ങനത്തെ പല ഇൻസ്റ്റൻസുകളും ഉണ്ട്. അപ്പോൾ അതിനെ ഒന്നും കറക്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ബിൽഡപ്പ് ഫേസിൽ മോശം, ബോൾ പ്രോഗ്രഷൻ്റെ കാര്യത്തിൽ മോശം, ഫൈനൽ തേർഡിലെന്ന് പറയുന്നത് നമ്മൾ ക്ലൂലെസ് ആണ് നമ്മൾ. അപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ നമ്മൾ ഗോളുകൾ സ്കോർ ചെയ്യും? ഈ ഒരു സീസണിൽ ഇതേവരെ നമ്മൾ 3-4 മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകപ്പാടെ ഓപ്പൺ പ്ലേയിൽ നമ്മുടെ എംബിമോ മാത്രമാണ് നമുക്ക് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തത്. ആകപ്പാടെ ഒരു ഗോൾ സ്കോറർ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഗോളും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റിയുടെ കളിയിലും അതുപോലെ തന്നെ സിറ്റിയുടെ ഫാൻസും ഒക്കെ ആ ഒരു കൺഗ്രാജുലേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഡിസർവ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ യുണൈറ്റഡ് ഫാൻസിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, യുണൈറ്റഡ് ഫാൻസ് ഒരിക്കലും ഈ തോൽവിയും കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിനെ ഒന്നും ബാധിക്കാൻ ഒരിക്കലും പാടില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയും ഡിപ്രഷൻ അടിച്ചു എന്നൊന്നും പറയല്. ഞാൻ ആ ഒരു ചിൽ മൂഡിൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ ഞാൻ പഴയ ആ ഒരു വൈബിലോട്ട് തന്നെ വരും. പിന്നെ നമ്മുടെ മൂഡ് മാറ്റാനുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടുക. അതുമാത്രമല്ല, ഇപ്പം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഇടിവെട്ട് വീഡിയോസൊക്കെ നെറ്റിൽ കിടപ്പുണ്ട്. അവർ TV തല്ലിപ്പൊട്ടിക്കുന്നതും പിന്നെ അവരുടെ പണ്ഡിറ്റ്സിൻ്റെ റിയാക്ഷൻസും ഒക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു മനസ്സുഖം കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് നിങ്ങളെ ഹാപ്പി ആയിട്ട് ഇരുത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നമ്മളെല്ലാവരും ആ യുണൈറ്റഡിൻ്റെ ഹോൾ ഫാൻ ബേസ് അടുത്ത ആഴ്ച വീണ്ടും പൂർവാധികം ശക്തിയോടെ ചെൽസിയുമായിട്ടുള്ള മാച്ച് ഓൾഡ് ട്രാഫോർഡിൽ കാണാൻ വേണ്ടി നമ്മൾ കുത്തിയിരിക്കും. നമ്മൾ കാണും, നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം കമൻസ് ആയിട്ട് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.